ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിന് മോർണിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു 5:25 ഇപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ ഇതാണ്, ഇപ്പോൾ കുറച്ച് ഇരുട്ടിയാണല്ലോ ഇരിക്കുന്നത് രാവിലെ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞാൻ ആദ്യമേ തന്നെ എനിക്ക് 2 മീൻ കുഞ്ഞുങ്ങളുണ്ട്. അതിന് ഞാനിങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കും. സാധാരണ നമ്മളുടെ ബോൾസിൻ്റെ ഫുഡില്ലേ, ആ ഫുഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെനിക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മീനിന് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കും കേട്ടോ. അതാണ് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം. അങ്ങനെ മീനിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കും. അതിന് ശേഷം ഞാൻ എൻ്റെ ബ്രഷ് ചെയ്യും. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ബ്രഷ് ചെയ്യുന്നത്. പിന്നെ മോർണിംഗിൽ ഞാൻ ഏറ്റവും മസ്റ്റായിട്ട് എപ്പോഴും ചെയ്തു വരുന്ന, അല്ലെങ്കിൽ ബിൽഡ് ചെയ്തൊരു ഹാബിറ്റാണ് രാവിലെ ഒരു വാം വാട്ടർ കുടിക്കുക. പിന്നെ രാവിലെ ഞാൻ മമ്മീനെ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിൽ കയറും. അപ്പോൾ അന്ന് ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താളിക്കാനൊക്കെ അരിഞ്ഞു വെച്ചതൊക്കെ ജസ്റ്റ് താളിച്ചൊക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ് രാവിലെ മമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. ഹെൽപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ടെറസിലോട്ട് കയറും. അപ്പോൾ രാവിലെ തന്നെ ആ ഒരു മോർണിംഗ് കാണാൻ നല്ല രസമാണ്. ടെറസിൽ നിന്ന് ആകാശവും പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുകളിൽ നല്ല രസമുള്ള ആകാശമായിരുന്നു. അപ്പോൾ കുറച്ച് മഴക്കാറും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ 2-3 ബുക്സൊക്കെ എടുത്തിട്ടാണ് പോകാറ്. ഞാൻ ആദ്യം അവിടെ നിന്ന് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യും. ഒരു 5 മിനിറ്റ്സ് മെഡിറ്റേഷൻ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ്സ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യും. അപ്പോൾ ഇതും ഞാൻ റൂട്ടീൻലി ചെയ്തു വരുന്നൊരു കാര്യമാണ്. എനിക്കിഷ്ടമാണ് ചെയ്യാൻ. നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടാനൊക്കെ നല്ലതാണ്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്കിത് പ്രാക്ടീസ്ഡ് ആവും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിയാറായപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലേക്ക് തന്നെ താഴത്തോട്ട് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിലുണ്ടായ റോസാണ്. നല്ല രസമില്ലേ കാണാൻ. മഴ പെയ്തു. അപ്പോൾ അത് മഴ കണ്ടിരിക്കാനും എന്നെപ്പോലെ ഇഷ്ടമുള്ള കുറേ പേരുണ്ടാവും. അപ്പോൾ എനിക്കിഷ്ടമാണ് മഴ കണ്ടിരിക്കാനായിട്ട്. അങ്ങനെ മഴയൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് ബാക്ക് ടു മൈ റൂട്ടീൻ. ഞാൻ ആദ്യമേ തന്നെ എനിക്കൊരു നോട്ട്ബുക്കുണ്ട്. ആദ്യം പ്ലാനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ പ്ലാനേഴ്സൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ നോട്ട്ബുക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ നോട്ട്ബുക്കിൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ എഴുതി വയ്ക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളതും, അപ്പോൾ ഞാൻ കുറച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ വീട്ടിൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ബുള്ളറ്റിട്ട് എഴുതുകയാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു ക്ലാരിറ്റി കിട്ടും അന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇങ്ങനെ എഴുതി വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാം വിട്ടു പോകാണ്ട് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവാറുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് എടുക്കും എന്തൊക്കെയാണെന്ന് ആലോചിച്ച് എഴുതിയൊക്കെ വയ്ക്കും. അതിനുശേഷം ഞാൻ എന്തെങ്കിലും ബുക്ക്, ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന അറ്റോമിക് ഹാബിറ്റാണ്. വളരെ നല്ലൊരു ബുക്കാണ്. അപ്പോൾ ഇതൊരു 2 പേജൊക്കെ ഇരുന്ന് വായിക്കും. പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എൻ്റെ വീട്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചോറ് വെക്കാറുണ്ട്. ചിലർക്കത് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ യൂസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ചോറും കറിയൊക്കെ തന്നെയാണ് കഴിക്കാറ്. ഇടയ്ക്ക് വേറെ ഫുഡ് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ കൂടുതലും വൈകുന്നേരമാണ് സ്നാക്സ് അങ്ങനത്തെ ഫുഡുകൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഗാർഡനിലെ കുറച്ച് വ്യൂസാണ്. അപ്പോൾ ഉച്ചയായപ്പോൾ നല്ല വെയിലൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെടികളുടെ വ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ സീതപ്പഴമാണ്. അങ്ങനെ പിന്നെ വീട്ടിൽ മാവൊക്കെ ഉണ്ട്. അപ്പോൾ അതും പൂത്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഈ ഷോർട്സിൽ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇത് നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആണ്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല വീഡിയോ ഇട്ട്. ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു രാവിലത്തെ മോർണിംഗ് റൂട്ടീൻ, അതായത് എൻ്റെ ചെറിയൊരു റൂട്ടീൻ ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം കാണാനെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സജഷൻസ് പറയുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.